ടീച്ചറിൻ്റെ കുഞ്ഞുമക്കൾക്ക് നമസ്കാരം. നമുക്കിന്ന് പുതിയൊരു ക്ലാസ്സിലേക്ക് കടന്നാലോ? ഓക്കെ ആണോ? ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പദശുദ്ധി എന്ന് പറയുന്ന ഒരു വിഭാഗമാണ്. പ്രത്യേകിച്ച് ഒന്നുമില്ല, പേര് കേൾക്കുമ്പോൾ നിങ്ങൾ പേടിക്കുന്ന പോലെ സംഭവങ്ങളൊന്നുമല്ല. നമ്മൾ പഠിച്ചിട്ടുള്ള വാക്കുകൾ അല്ലേ, നമ്മൾ കുറേ വാക്കുകളൊക്കെ പഠിച്ചിട്ടുണ്ട്. അക്ഷരങ്ങൾ, സ്വരാക്ഷരങ്ങൾ, വ്യഞ്ജനാക്ഷരങ്ങൾ, ചിഹ്നങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മൾ വാക്കുകൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ആ വാക്കുകളൊക്കെ എന്താണ്, കുറച്ചൊക്കെ തെറ്റായ രീതിയിൽ തരും, ശരിയായ രീതിയിലും കൊടുത്തിട്ടുണ്ടോ. അതിൽ നിന്ന് ശരിയായത് നിങ്ങൾ തിരിച്ചറിഞ്ഞ് എഴുതണം. മനസ്സിലായോ? അതാണ് പദശുദ്ധി. അപ്പം അത് ശരിയായ വാക്ക് തിരഞ്ഞെടുത്ത് എഴുതുക എന്നുള്ള ഹെഡിങ്ങിൽ വരാം. ഇല്ലാന്നുണ്ടെങ്കിൽ പദശുദ്ധി വരുത്തുക എന്ന വിഭാഗത്തിലും വരാം. മനസ്സിലായോ? അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ? പഠിച്ചിട്ടുള്ള കുറച്ച് വാക്കുകൾ ടീച്ചർ എഴുതും. തെറ്റായിട്ടും എഴുതും, ശരിയായിട്ടും എഴുതും. അതിൽ ശരി ഏതാന്നുള്ളത് നിങ്ങൾ പറയണം. അങ്ങനെ പറയണമെങ്കിൽ എന്ത് ചെയ്യണം? കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിപ്പിച്ച ശരിയായ കാര്യങ്ങൾ അല്ലേ, ശരി ഏതാന്ന് അറിയണമെങ്കിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ശരി പഠിക്കണം അല്ലേ. തെറ്റുണ്ടെങ്കിൽ അതിൽ നിന്ന് ശരിയെ സെലക്ട് ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യണം? ശരിയായ കാര്യം നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം, അറിഞ്ഞിരിക്കണം. ഓക്കെ, ടീച്ചർ എഴുതട്ടെ? യെസ്, പറയാം. കണ്ട, ഇതാണ് വാക്കുകൾ. നമ്മൾ പഠിച്ചിട്ടുള്ള വാക്കുകൾ തന്നെയാണ് ടീച്ചർ ഇവിടെ എഴുതിയിരിക്കുന്നത് അല്ലേ. പല പല ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പഠിച്ച വാക്കുകളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ശരിയും എഴുതിയിട്ടുണ്ട്, തെറ്റും എഴുതിയിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? അതിൽ നിന്ന് ശരിയായത് തിരഞ്ഞെടുത്ത് എഴുതണം. അപ്പോൾ ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നത് പദശുദ്ധി വരുത്തുക, ഇല്ലെങ്കിൽ ശരിയായത് തിരഞ്ഞെടുത്ത് എഴുതുക, ശരിയായ വാക്ക് തിരഞ്ഞെടുക്കുക, അങ്ങനെയൊക്കെ ആയിരിക്കും എന്ത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോൾ ഹെഡിങ് വരുന്നത്. ഓക്കെ, അപ്പം അത് ഓർത്തിരിക്കുക. ഇവിടെ നോക്കിയേ, നമുക്ക് പദശുദ്ധി വരുത്തിയാലോ? പദശുദ്ധി എന്ന് പറഞ്ഞാൽ പദങ്ങൾ ശുദ്ധിയായിട്ട്, അത് ശരിയായിട്ട് എഴുതുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ കൃത്യമായിട്ട് ശരിയായ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സിൽ അത് ശരിയായത് തിരഞ്ഞെടുക്കാനായിട്ട് പറ്റും. ആദ്യത്തേത് ജനലാണ്. ഏതായിരിക്കും ജനൽ ശരിയായിട്ടുള്ളത്? ശരിയായിട്ടുള്ള വാക്ക് ഏതാണ്? ആദ്യത്തെയാണോ രണ്ടാമത്തെയാണോ? ജനൽ. ഏതായിരിക്കും? രണ്ടാമത്തെ. ജനൽ. ജനൽ അല്ലേ. ഇത് നായാണ്, ഇത് നായാണ്. ജനൽ. ഓക്കെ. രണ്ടാമത്തത് പീഠം. ഏതാണ് പീഠം ശരിയായിട്ടുള്ളത്? ആദ്യത്തെയാണോ രണ്ടാമത്തെയാണോ? പീഠം. പീഠം ഏതാണ്? ആദ്യത്തെയാണോ രണ്ടാമത്തെയാണോ ശരി? ആദ്യത്തെ. പീഠം അല്ലേ. ഇത് വെറും ഡായാണ് അല്ലേ. പീഠം ഡം അങ്ങനെ. ഇത് പീഠം. മനസ്സിലായോ? ഓക്കെ. മൂന്നാമത്തത് വാതിൽ. വാതിൽ എന്ന് പറയുമ്പോൾ ഏതാണ് ശരിയായ പദം? പദശുദ്ധി വരുത്തുമ്പോൾ ഏതാണ് എഴുതാൻ പറ്റുക? വാതിൽ. ആദ്യത്തെ. ഇത് ദായാണ് അല്ലേ. ഇതാണ് ശരിയായിട്ടുള്ളത്. രണ്ടാമത്തത് ഇതൾ അല്ലേ. ഇതൾ. അതിലേതാണ് ശരി? ഇതൾ. നാലാമത്തതില് 1ഉം 2ഉം. ഏതാണ് ശരി? ആദ്യത്തെയാണോ രണ്ടാമത്തെയാണോ? രണ്ടാമത്തെ. ഇതൾ അല്ലേ. ഈ തായാണ് ശരിയായിട്ടുള്ളത്. മൂന്നാമത്തെ 1 2 3 4 5. അഞ്ചാമത്തെ പുടവ അല്ലേ. അഞ്ചാമത്തെ പുടവ. അതിലേതാണ് ശരിയായിട്ടുള്ളത്? പുടവ അല്ലേ. ഇതാണ്, ഈ ടായാണ് ശരിയായിട്ടുള്ളത്. അടുത്തത് വിരൽ. ഏതാണ്? വിരൽ എന്ന് പറയുന്നതിൽ ആദ്യത്തെയാണോ രണ്ടാമത്തെയാണോ ശരി? ഏതായിരിക്കും? പറ, ഏതായിരിക്കും ശരി? കുറച്ച് കൺഫ്യൂഷൻ വരുമല്ലോ അവിടെ, ശ്രദ്ധിച്ചിരിക്കണം. വിരൽ എന്ന് എഴുതിയതിൽ ആദ്യത്തെയാണോ രണ്ടാമത്തെയാണോ ശരിയായിട്ട് വരിക? ആദ്യത്തെ അല്ലേ. ഇതാണ് ശരിയായിട്ട് വരിക. ഈ അക്ഷരമാണ് ര അല്ലേ. ഇതാണ് ര എന്ന് പറയുന്നത്. ഇത് ഏതക്ഷരാണ്? എ എന്ന അക്ഷരത്തിൻ്റെ ചിഹ്നമാണ് ഇത്. അപ്പൊ വിരൽ എന്നതിന് ഇതല്ല ശരി, ഇതാണ് ശരി. മനസ്സിലായോ? മാറിപ്പോവരുത്. ഓക്കെ.
രാ ഇങ്ങോട്ടാണ് എഴുതുന്നത്, ഇത് എയുടെ ചിഹ്നമാണ്. വിരൽ എന്നത് എഴുതുമ്പോൾ ഇതല്ല ശരി, ഏതാണ്? രാ. ഇങ്ങനെ എഴുതുന്നതാണ് ശരി. മാറിപ്പോവരുത് കേട്ടോ. അടുത്തത് ഊതി. നമ്മൾ ഊതി എന്ന് പറയില്ലേ, തിരിയൊക്കെ നമ്മൾ കത്തിച്ചു കഴിഞ്ഞാൽ ഊതിയിട്ടാണത് കിടത്തുന്നത് അല്ലേ ചിലപ്പോൾ. അപ്പൊ ഊതി അതേതാണ് ശരി? രണ്ടാമത്തെ അല്ലേ, താ. ഈ തായാണ് ശരിയായിട്ട് വരുന്നത്. ലാസ്റ്റ് വൺ പാതിര. പാതിര പഠിച്ചിട്ടുണ്ടല്ലോ. ഏത് വാക്കാണ് ശരിയായിട്ട് വരുന്നത്? ആദ്യത്തെയാണോ രണ്ടാമത്തെയാണോ? പാതിര. ഏത് തായാണ്? യെസ്, ഇതാണ് അല്ലേ, ആദ്യത്തെയാണ് പാതിര. കണ്ടോ? ഇതാണ് പദശുദ്ധി വരുത്തുക, അല്ലെങ്കിൽ ശരിയായ വാക്ക് തിരഞ്ഞെടുത്ത് എഴുതുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് എഴുതേണ്ടത്. അപ്പൊ ഇങ്ങനെ പല രീതിയിൽ നമ്മൾ പഠിച്ച അതേപടി തന്നെ വരില്ല. പഠിച്ചത് പല രീതിയിൽ വ്യത്യസ്ത രീതികളിലായിരിക്കും നമ്മുടെ മുൻപിൽ ക്വസ്റ്റ്യൻസ് എത്തുന്നത്. അപ്പോൾ അത് ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ മനസ്സിരുത്തി പഠിക്കണം. വേണ്ടേ? മനസ്സിലാക്കി തന്നെ പഠിക്കണം. ശരിയായ കാര്യങ്ങൾ പഠിക്കാൻ കുറച്ച് സമയം എടുത്താലും കുഴപ്പമില്ല, നന്നായിട്ട് പഠിച്ചാൽ മാത്രമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൺഫ്യൂഷൻ വരാതെ ശരിയായി നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, നന്നായിട്ട് പഠിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, വേറെ വാക്കുകൾ, ഇപ്പം നമ്മൾ പഠിച്ച എല്ലാ വാക്കുകളും ഇതിൽ ടീച്ചർ ഉൾപ്പെടുത്തിയിട്ടില്ല, മനസ്സിലായോ? ഇനി വേറെ വാക്കുകളും ഉണ്ട്, പഠിച്ച വാക്കുകളുണ്ട്. അതുകൂടാതെ പഠിക്കാതെ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുന്ന വാക്കുകളുണ്ട്. ഇതേപോലെ വീട്ടിൽ പേരൻസിൻ്റെ സഹായത്തോടു കൂടെ പ്രാക്ടീസ് ചെയ്യാം. അപ്പം ശരിയായിട്ടുള്ളത് അല്ലേ, തെറ്റും ശരിയും, തെറ്റിൽ നിന്ന് ശരിയെ തിരിച്ചറിയുമ്പോൾ കുറച്ചും കൂടെ അത് മനസ്സിൽ പതിയാൻ സാധ്യതയുണ്ട് അല്ലേ. ഇപ്പം നിങ്ങൾ ജനൽ എന്നുള്ളത് പഠിച്ചപ്പോൾ, പീഠം പഠിച്ചപ്പോൾ, വാതിൽ പഠിച്ചപ്പോൾ ആ വാക്കുകൾ പഠിച്ചു പോയി, ശരിയാണ്. പക്ഷെ ഇതിപ്പോൾ കുറച്ചും കൂടെ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് നിങ്ങളുടെ മനസ്സിൽ പതിയും. ഓക്കെ, അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുക. ഒപ്പം വായിക്കാനും എഴുതി പഠിക്കാനുമായിട്ട് മലയാളത്തിന് വേണ്ടി ഒരു 15 മിനിറ്റ് സമയം, വെറും 15 മിനിറ്റ് സമയം മാറ്റി വയ്ക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. നന്ദി, ശുഭദിനം, ബൈ.